ഇതുപോലെ ഇപ്പോൾ ഗസയിൽ നടക്കുന്നത് പോലെയുള്ള പരസ്യമായ ഒരു നിയമവും ബാധിക്കാത്ത ആരെയും കൂസാതെ നടത്തുന്ന ഈ അതിഭീകരം എന്ന് പറഞ്ഞ വാക്കുകളില്ല മലയാളത്തിൽ. അതിൽ കൂടുതൽ ഉള്ള ക്രൂരതയ്ക്ക് മറ്റൊരു ഉദാഹരണം തെളിവുമില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ കുറ്റം നിങ്ങളാണ്. ഒരു തരത്തിൽ നിശബ്ദത കൊണ്ടോ പക്ഷപാതിത്വം കൊണ്ടോ ഭാഗഭാഗിത്വം കൊണ്ടോ നിങ്ങൾ അതിൽ പങ്കാളികളായിരുന്നുവെന്ന് വരുന്ന ഒരു തലമുറ നമ്മളെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഇതുവരെ ഈ ഗസയിൽ നടക്കുന്ന മനുഷ്യക്കുരുതിക്കെതിരെ ഒരു പ്രകടനം പോലും നടത്താത്ത ഒരു രാജ്യം, ഒരു ജനാധിപത്യ രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. അധ്യക്ഷൻ ഡോക്ടർ നസീബ്, മോഡറേറ്റർ സന്തോഷ്, പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ സന്തോഷ്, രഞ്ജിത്ത്, മറ്റു സുഹൃത്തുക്കൾ ഷാജി വർക്കി. ആദ്യം മറന്നു പോകുന്നതിന് മുമ്പ് പറയട്ടെ, ആദ്യം രഞ്ജിത്തിനൊരു അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. അതിഗംഭീരമായിരിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ പ്രൊഡക്ഷൻ. ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായതും ആ പുസ്തകത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വരുമാനം സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം, അത് ഫലസ്തീൻ വേണ്ടിയിട്ടാണ് അത് ചെലവഴിക്കുക എന്ന് പറഞ്ഞതൊക്കെ വളരെ സന്തോഷകരം. അതിനൊക്കെ അപ്പുറത്ത് വളരെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പ്രൊഡക്ഷൻ തന്നെയാണ് ഈ പുസ്തകം. ഇപ്പോൾ ഗസയിൽ നടക്കുന്ന ഭീകരതയ്ക്ക് നമുക്ക് വിശദീകരിക്കാനും വിശേഷിപ്പിക്കാനും ഒന്നും വാക്കുകളില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് സന്തോഷ് തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ ഇതിനൊരു ഒരു 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 സവിശേഷതയുള്ളത്, കാരണം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ അതിഭീകരമായ ക്രൂരതകൾ, വംശഹത്യകൾ, കൂട്ടക്കൊലകൾ ഇതെല്ലാം ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം മനുഷ്യർ ഇത് സംബന്ധിച്ച ഒരു സമവായത്തിലേക്ക്, സമാധാനത്തിൻ്റെയും ശാന്തിയുടേതുമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിനൊരു പുതിയ പരിഷ്കൃതമായ ജീവിതത്തിൻ്റെ പരിഷ്കൃതമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം കാണുന്നത്. ഐക്യരാഷ്ട്രസഭ പോലെ ഒരു സംഘടന രൂപീകരിക്കുന്നു. വാർ ക്രൈംസ് എന്ന് പറയുന്ന നിയമങ്ങൾ തന്നെ കൊണ്ടുവന്ന് ലോക യുദ്ധത്തിൻ്റെ പേരിൽ നടത്തുന്ന അക്രമങ്ങളെ ആഗോളതലത്തിൽ തന്നെ ഭരണാധികാരികളെ വിചാരണ ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ UN ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഒട്ടേറെ ഫ്രെയിംവർക്കുകളും കൺവെൻഷനുകളും എല്ലാം ഇങ്ങനെയുള്ള മനുഷ്യനോട് നടത്തുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളായിരുന്നു. പ്രത്യേകിച്ച് 2-ാം ലോക മഹായുദ്ധകാലത്ത് നമ്മുടെ ഈ 20-ാം നൂറ്റാണ്ടിലെ ഒരു പക്ഷേ ഏറ്റവും നൃശംസതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി പറയാവുന്നതായിരുന്നു നാസി ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ ഓഷ്വിറ്റ്സ് പോലെയുള്ള ഭയങ്കര ഭീകരമായ ലേബർ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. മനുഷ്യരെ മൃഗങ്ങളെയൊക്കെ അപ്പുറത്ത് മനുഷ്യൻ ഇത്രയും അധികം ക്രൂരനാവാൻ കഴിയുമോ എന്ന് നമ്മളെ അമ്പരപ്പിച്ച, അതും പ്രാകൃത കാലത്തൊന്നുമല്ല, 20-ാം നൂറ്റാണ്ട് ഏതാണ്ട് കഷ്ടിച്ച് 100 വർഷം പോലും ആയിട്ടില്ല എന്ന് ഓർക്കണം. ഇത്രയും ഭീകരമായ ഒരു അനുഭവത്തിന് ശേഷമാണ് ഇങ്ങനെ ചില തീരുമാനങ്ങൾ ലോകം മുഴുവൻ ഒരുമിച്ച് എടുത്ത തീരുമാനം. അതിനുശേഷം ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം ചെറിയ തോതിലെങ്കിലും 2-ാം ലോക മഹായുദ്ധത്തിനും അതിനു മുമ്പുള്ള പോലെ ഉണ്ടായില്ലെങ്കിലും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് പരസ്യമായി തന്നെ, മറ്റു നേരത്തെ പറഞ്ഞ പോലെ കൂട്ടക്കൊലകളും വംശഹത്യകളും ഒക്കെ ഒരുപക്ഷെ പലതരത്തിൽ രഹസ്യമായോ ഗൂഢമായോ അടച്ചിട്ട്, ലേബർ ക്യാമ്പൊക്കെ ഓഷ്വിറ്റ്സ് ഒക്കെ തുറന്ന് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ആ ഓഷ്വിറ്റ്സിൽ നടന്ന വിവരിക്കാനാകാത്ത ക്രൂരതകളൊക്കെ ലോകത്തിന് മനസ്സിലായത്. ഹിറ്റ്ലറുടെ പരാജയത്തിന് ശേഷം മാത്രമാണ്. പക്ഷേ ഇതുപോലെ ഇപ്പോൾ ഗസയിൽ നടക്കുന്നത് പോലെയുള്ള പരസ്യമായ ഒരു നിയമവും ബാധിക്കാത്ത ആരെയും കൂസാതെ
നടത്തുന്ന ഈ അതിഭീകരം എന്നൊന്നും പറഞ്ഞ വാക്കുകളില്ല മലയാളത്തിൽ. അതിൽ കൂടുതൽ ഉള്ള ക്രൂരതയ്ക്ക് മറ്റൊരു ഉദാഹരണം തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വരും തലമുറ നമ്മുടെ തലമുറയെ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ നേരെ ഏറ്റവും വലിയ ഒരു ചൂണ്ടുവിരൽ ഉയർത്താൻ പോകുന്നത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ, അണ്ടർ യുവർ വാച്ച്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ നടത്തിയിട്ടാണ്, പക്ഷെ നിങ്ങൾ സാധാരണക്കാരെ പോലെ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ കണ്ട ഏറ്റവും വലിയ ക്രൂരത ഇവിടെ അരങ്ങേറിയത്. അന്ന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം നമ്മുടെ തലമുറയ്ക്ക്, വരും തലമുറകളോട് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു വലിയ ഒരു കുറ്റമായിരിക്കും. നമ്മളടക്കം, ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന, ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ കുറ്റം നിങ്ങളാണ്. ഒരു തരത്തിൽ നിശബ്ദത കൊണ്ടോ പക്ഷപാതിത്വം കൊണ്ടോ ഭാഗഭാഗിത്വം കൊണ്ടോ നിങ്ങൾ അതിൽ പങ്കാളികളായിരുന്നുവെന്ന് വരുന്ന ഒരു തലമുറ നമ്മളെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ ആണ് താരിഖ് അലിയുടെ പുതിയൊരു അഭിമുഖം ഈ വയർ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ അവരുടെ പോഡ്കാസ്റ്റ് കണ്ട് അദ്ദേഹം പറയുന്നത്, പലസ്തീൻ ഒരു വശത്ത് അദ്ദേഹം പറയുന്നത് പലസ്തീൻ പോലെ സംഭവം വാസ്തവത്തിൽ ഇത്രയധികം ലോകത്തെ, പലസ്തീൻ ഹാസ് ബീൻ ബ്രോട്ട് ടു ദ ടേബിൾ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത്. കാരണം ലോകം മുഴുവൻ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വാസ്തവത്തിൽ നമുക്ക് സ്വല്പം അത്ഭുതം തോന്നാം. കാരണം നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ നമ്മുടെ മാധ്യമങ്ങളിലോ നമ്മുടെ ചർച്ചകളിലോ കേരളം താരതമ്യേന അപവാദമാണ്. ഇതിൽ മറ്റ് ദേശീയ തലത്തിലോ ഒന്നും ഇതൊരു ചർച്ചയേ അല്ല. പക്ഷേ താരിഖ് അലി പറയുന്നത് ഏറ്റവും അധികം പലസ്തീൻ പ്രശ്നം ആഗോളതലത്തിൽ ചർച്ച ചെയ്യുകയും അജിറ്റേറ്റഡ് ചെയ്യുകയും ചെയ്ത ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആയിരിക്കാം. അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് പശ്ചിമ യൂറോപ്പിൽ അമേരിക്കയിലുമൊക്കെ തന്നെ വലിയ ജനകീയമായിട്ടുള്ള വേദികളിൽ വലിയ സാമൂഹ്യ പ്രക്ഷോഭങ്ങൾക്ക് അല്ലെങ്കിൽ സാമൂഹ്യ തലത്തിൽ വലിയ വലിയ പ്രതിഷേധങ്ങൾക്ക് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പലസ്തീൻ എന്ന വിഷയമായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഇതുവരെ ഈ ഗസയിൽ നടക്കുന്ന മനുഷ്യക്കുരുതിക്കെതിരെ ഒരു പ്രകടനം പോലും നടത്താത്ത ഒരു രാജ്യം, ഒരു ജനാധിപത്യ രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് ഗസയെ പറ്റിയൊക്കെയുള്ള അവിടുത്തെ വലിയ മാനവീയം വീതിയിൽ നിങ്ങൾക്ക് അറിയാൻ വലിയ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് തലസ്ഥാനത്ത്, ഡൽഹി പോലൊരു തലസ്ഥാന നഗരിയിൽ എന്തുകൊണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളെ കുറ്റപ്പെടുത്തുന്നു. ഇടതുപക്ഷ പാർട്ടികൾക്ക് പോലും തോന്നാത്തത് എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഒരു പ്രകടനം, പലസ്തീനിലെ കൂട്ടക്കൊലകൾക്കെതിരായിട്ടുള്ള ഒരു പ്രകടനം പോലും നടത്താത്തത് എന്തുകൊണ്ടാണ്? ഒരു മുസ്ലിം വിരുദ്ധ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണോ, അതിനെ ഭയന്നിട്ടാണോ എന്നറിയില്ല. പക്ഷേ ഇന്ത്യ, പിന്നെ നിങ്ങൾക്കറിയാം, ഒരിക്കലും ഇല്ലാത്ത പോലെ ഇന്ത്യ ഇന്ന് ഈ യുദ്ധത്തിൽ എപ്പോഴെങ്കിലും ഒരു വാർ ക്രൈംസ് ട്രിബ്യൂണൽ വരികയാണെങ്കിൽ ഇന്ത്യ അതിലൊരു പ്രതിയായിരിക്കും. ഏറ്റവും അധികം ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, പലപ്പോഴും നിശബ്ദത പാലിക്കുന്നു. ഇതൊന്നും ആയിരുന്നില്ല ഇന്ത്യയുടെ ചരിത്രം നമുക്കറിയാം. ഇന്ത്യ സാമ്പത്തികമായി ഏറ്റവും വലിയ ദരിദ്ര രാജ്യമായിരുന്ന കാലത്ത് പോലും ലോകത്ത് നടന്ന വലിയ യുദ്ധങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തിയ ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. സമാധാനത്തിന് വേണ്ടിയും യുദ്ധത്തിനെതിരെയും ഒക്കെ. ഇതെല്ലാം കടന്ന് 21ാം നൂറ്റാണ്ടിന്റെ ഈ രണ്ടാം ദശകത്തിൽ എത്തുമ്പോൾ നമ്മൾ എത്ര പ്രാകൃതമായ ഒരു കാലത്തേക്കാണ് നാം ഇന്ത്യക്കാർ തിരിച്ചു പോയിരിക്കുന്നത്. നമ്മുടെ സർക്കാരിനെ കുറ്റപ്പെടുത്താം, അതിലാണ് പ്രധാന പ്രതി. പക്ഷേ സമൂഹം എന്ന നിലയ്ക്ക് നാം എന്ത് ചെയ്തു എന്ന ചോദ്യം നമ്മുടെ നേരെ, നമുക്ക് മനസാക്ഷിക്ക് നേരെയെങ്കിലും ഉയരാനിടയുണ്ട്. അത്ര ഭീകരമാണ് ഈ പുസ്തകം കൂടുതൽ വ്യക്തമാക്കുന്നത്. നമുക്ക് യുദ്ധത്തിന്റെ കണക്കുകളും പല മരണത്തിന്റെ കണക്കുകളും ഒക്കെ, ബോംബിട്ടതിൻ്റെയൊക്കെ ഭീകരമായ കണക്കുകളൊക്കെ പത്രങ്ങളിൽ കാണാം. പക്ഷേ ആ മരണങ്ങളുടെയും, അതായത് ഏറ്റവും പുറം
തലത്തിൽ കാണുന്ന ആ ഭീകരതയ്ക്ക് പിന്നിൽ ഉള്ള വിവരിക്കാനാവാത്ത, മരണത്തെക്കാട്ടിലും എത്രയോ, മരിക്കുന്നതാണ് ജീവിച്ചിരിക്കുന്നതാണ് മരണത്തെക്കാട്ടിലും ഭീകരം എന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേർ. അതിലേറ്റവും വലിയ ഇരകൾ കുഞ്ഞുങ്ങളാണെന്നുള്ളത്. മറ്റൊരു യുദ്ധത്തിലും ഇല്ലാത്ത വണ്ണം കുഞ്ഞുങ്ങളെ ആണ് ഏറ്റവും ഇത് ബാധിച്ചിരിക്കുന്നത്. അവരാണ് ഏറ്റവും അധികം മരണപ്പെടുന്നത്. അവർക്ക് നേരെയാണ് ഏറ്റവും അധികം ബോംബാക്രമണത്തിലും മിസൈൽ ആക്രമണത്തിലും ഒക്കെ അവർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്നത്. അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യക്ക് അഭിമാനം ഈ രംഗത്തൊന്നും നടത്തുന്ന ഒരു ചെറിയ തിരിയാണ് ജസ്റ്റിസ് മുരളീധർ കൊളുത്തിയത്. ദില്ലി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്നു, ഇപ്പോൾ ഒറീസ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച ഒരു കമ്മീഷന്റെ അധ്യക്ഷത വഹിച്ചത്. അദ്ദേഹത്തിന്റെ കമ്മീഷനാണ് കുട്ടികൾക്കെതിരെ നടന്ന, ഈ കാലഘട്ടത്തിലല്ല സമീപ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇസ്രായേൽ ഗസയിൽ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വിശദമായ കണക്കുകളോട് 10-20,000 കുട്ടികൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ഇസ് ഡിസ്ട്രോയിങ് ദ എസൻസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്നാണ് ആ റിപ്പോർട്ട്. അദ്ദേഹത്തിന് പുറമെ 4 വിദഗ്ധരുണ്ട്, അവർ മറ്റു രാജ്യങ്ങളിൽ നിന്നാണ്. പക്ഷേ മുരളീധറാണ് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹമാണ് അതിൻ്റെ വിശദമായിട്ട് കുട്ടികൾക്ക് നേരെ മാത്രം നടത്തുന്ന ഈ ആക്രമണങ്ങളെക്കുറിച്ച്, ഏറ്റവും കൂടുതൽ ഇരകൾ ആവുന്നതിനെ കുറിച്ചുള്ള സന്തോഷിന്റെ പുസ്തകത്തിലാണ്. നമ്മൾ പുറത്ത് കാണുന്ന ഒന്നും അല്ലാതെ എങ്ങനെ കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി അലയുന്നു, മൃഗങ്ങളെ പോലെ അച്ഛനമ്മമാർക്കൊന്നും അവരുടെ സ്വന്തം ഭക്ഷണത്തിന് വേണ്ടിയോ സ്വന്തം ജീവന് വേണ്ടിയോ അവർ ശ്രമിക്കുന്ന സമയത്ത് കുട്ടികളെ നോക്കാൻ ആരുമില്ലാതെ റോഡുകളിൽ അലഞ്ഞു തിരിയുന്ന, പല വണ്ടികൾ കയറി എവിടെയോ എത്തിപ്പറ്റുന്ന കുഞ്ഞുങ്ങളെ പറ്റി മുരളീധർ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്. അനസ്തേഷ്യക്കുള്ള സൗകര്യങ്ങളില്ലാതെ ശസ്ത്രക്രിയ ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ.